Good evening, one and all. Welcoming each and every one to the Christos Marthoma Carol Service 2020. What a year it has been. From the 2020 we all anticipated it would be, to a 2020 most of us would like to forget. We never imagined a Christmas without physically being present in church. And here we are, grateful to technology for making it possible for all of us across geographies to participate in today's carol service. We shall commence this evening with the procession of the choir. Our choir comprises of Bessie Aji, Shosha Mascaria, Suja Thomas, Shirley Vinod, Mary Reggie, Thomas Cherian, Aji Joseph, Martin Bino, Marlon Bino, Sneha Alexander, Linda John. As our choir is all ready to start this evening of carols and melodies, we request each of us to stand as the choir sings the opening hymn, Vishwasigaleva.
Thank you, choir. I request Mr. John Matthew to lead us with the opening prayer. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ ഈ സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളാകുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിൽ വന്നുകൂടുവാനും അവിടുത്തെ തിരുജനനത്തിൻ്റെ കർത്താവെ ഓർമ്മയ്ക്കായി അവിടുത്തേക്ക് കർത്താവെ പാടി സ്തുതിപ്പാനും പാട്ടുകൾ കേൾപ്പാനും കർത്താവെയൊക്കെ ഇടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സംഭവ വിപുലമായിട്ടുള്ള ഈ സമയത്ത് ലോകമൊക്കെ ഞെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങളെല്ലാം ഭീതിയിലായിരിക്കുമ്പോൾ, കർത്താവെ, നിൻ്റെ സമാധാനത്തിൻ്റെ ഒരു കർത്താവെ കരം, ആ ജനത്തിൻ്റെതായ സമാധാനം ഈ ഭൂമിയിൽ നിലകൊള്ളുവാൻ എൻ്റെ ദൈവമേ ഇടയാക്കണമേ എന്ന് എൻ്റെ സന്നിധി യാചിക്കുന്നു. ദൈവമേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനെയും മറ്റു രീതിയിലെല്ലാ ശുശ്രൂഷകൾ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം എല്ലാവരോടും കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് കൊയറിനെ ലീഡ് ചെയ്യുന്ന നിൻ്റെ മകനെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഇത് ഭംഗിയാക്കി തീർക്കുവാൻ, ഇങ്ങനെ ഒരു കരോൾ സർവീസ് നടത്തുവാൻ, കർത്താവെ, നിന്നെ പാടി സ്തുതിപ്പാൻ നീ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുവാനുള്ള കൃപ കൊടുത്തതിന് വേണ്ടി സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് അടിയങ്ങളെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്രമിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അവരോടും കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവെ, നിൻ്റെ സാന്നിധ്യം ആദ്യോട് അന്ത്യം കർത്താവെ ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കണമേ. നാളെ നടക്കുന്ന രാവിലത്തെ ശുശ്രൂഷയിലും അവിടുത്തെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. അടിയങ്ങളെ പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം ചെയ്യുന്നു. മാനവും മാത്തോപ്പച്ചനെടുക്കണമേ. സകല യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. Up next is a welcome address by Mr. Anil Joseph. Good evening, everyone. लूका रचित सुसमाचार 2 अध्याय 10वां वाक्य इस प्रकार है। तो अब स्वर्गदूत ने उनसे कहा, मत डरो, क्योंकि देखो मैं तुम्हें बड़े आनंद का सुसमाचार सुनाता हूँ, जो सब लोगों के लिए होगा। നമ്മളുടെ ഈ 2020 തുടങ്ങിയ സമയത്ത് ഒത്തിരി അധികം പ്രതീക്ഷകൾ, ഡ്രീംസ് ഒക്കെ കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആസ് ഇറ്റ് വെൻറ്റ് അഹെഡ്, ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേന് എവറിഥിങ് ടേൺഡ് ഔട്ട് ടു അൺസർട്ടനിറ്റീസ്. കുറേ ദിവസം നമ്മൾ ഓർത്തു, ഓക്കെ 15 days, 2 months, 3 months, 6 months. Finally we started doubting everything. We even had doubts whether we will be able to celebrate Christmas. എന്നാൽ നമ്മളിപ്പോൾ കേട്ട വചനത്തിൽ പോലെ, ഡറോ മത്, ഫിയർ നോട്ട്, അവർ ഗോഡ് ഈസ് വിത്ത് us. This is the good news today and forever. ഞാൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലോട്ട് കടക്കട്ടെ. നമ്മളുടെ എല്ലാ പ്രോഗ്രാംസിനും നേതൃത്വം തരുന്ന, കഴിഞ്ഞ 4 വർഷമായിട്ട് തരുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട
ഈപ്പൻ എബ്രഹാം അച്ഛനാണല്ലോ. ഈ വർഷം ഈ അൺസർട്ടനിറ്റീസിൻ്റെ നടുവിലും വളരെ ഷോർട്ട് ടൈമിങ്സിൻ്റെ ഇടയ്ക്ക് തന്നെ he gave all the leadership required, and that is why we are here this evening today. ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച് മുളുണ്ടിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട ഈപ്പൻ എബ്രഹാം അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This evening is for and by the choir team. വളരെ 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 ഷോർട്ട് നോട്ടീസിലാണല്ലോ ഈ പ്രോഗ്രാം തയ്യാറാക്കിയത്. ഒറ്റ വരിയിൽ എല്ലാവരെയും, all the members of this choir today are welcomed on behalf of Christos Marthoma Church, Mulund, this evening. നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ റെവറൻഡ് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ CMF, a person who dedicated his life at the tender age of 15 years on the three basic principles of any ministry: fruitful, effectiveness, and timely. Father Alexander Kurikatil has traveled through areas, through ways which normally people wouldn't try to test out. He is a man who has dedicated his life to the poor and needy and the marginalized in the society. Many of you must have seen the videos which is available on the YouTube. His main ministry is through the jail prisoners, and he is doing a wonderful and excellent job. Unimaginable, unthought of by anybody else in the society. We are so fortunate, we are thankful to God that we have him as our guest speaker today. ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച് മുളുണ്ട് നാമത്തിൽ ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിലിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു പ്രോഗ്രാമിൻ്റെ സക്സസ് ഈസ് ദി ഓഡിയൻസ്. ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും ഈ പ്രോഗ്രാം യൂട്യൂബിൽ കാണുന്ന എല്ലാവരെയും, ജോയിൻ ചെയ്ത എല്ലാവരെയും, നമ്മളുടെ ചർച്ച് മെമ്പേഴ്സുണ്ട്, ഗസ്റ്റ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവരെ എല്ലാവരെയും ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ച് മുളുണ്ടിൻ്റെ നാമത്തിൽ വളരെ ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം സക്സസ്ഫുൾ ആകുവാൻ വേണ്ടി വളരെ അധികം ആളുകൾ ഹാസ് ടേക്കൻ ദെയർ പെയിൻസ്. All of them are there. I am not able to take their names, but in one word, on behalf of Christos Marthoma Church, I extend them a warm welcome. Thank you very much. Next, we shall have the presidential address by our vicar, Reverend Epan Abraham. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസിൽ മുഖ്യ സന്ദേശം നൽകുന്ന റെവറൻഡ് ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, ഇടവക ചുമതലക്കാരെ, കൈസാന സമിതി അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹീതമായ അർത്ഥവത്തായ ഒരു ക്രിസ്മസ് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു.
ഇടവക സെക്രട്ടറി മിസ്റ്റർ അനിൽ ജോസഫ് നമ്മെ ഓർപ്പിച്ചതുപോലെ വളരെയധികം അൺസർട്ടനിറ്റീസിൻ്റെ നടുവിലാണ് ഈ വർഷത്തെ കാരൽ. ഇത് ഇങ്ങനെ നടക്കുവാൻ സാധിക്കുമോ എന്ന് പോലും നമുക്ക് സംശയമുള്ള ഒരു കാലമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാലും ആത്മാർത്ഥമായ സഹകരണത്താലും നമുക്ക് ഇത്തരത്തിൽ ഒരു കൂടിവരവ് സാധ്യമാകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് മിസ് അനിൽ ജോസഫ് ഓർപ്പിച്ചതുപോലെ ഷോർട്ട് നോട്ടീസിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മനോഹരമായ ഗാനങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഗായക സംഘത്തിലെ എല്ലാ അംഗങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന ജോബിനെയും ദൈവനാമത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. The visit of the wise men. In the time of King Herod, after Jesus was born in Bethlehem, wise men from the east came to Jerusalem. ജ്ഞാനികൾ എന്ന് മലയാളത്തിൽ പറയുന്ന, വിദ്വാൻമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് വേഴ്സ് 2 2-ാമത്തെ വാക്യം, Where is the child who was been born King of the Jews? For we observed his star at its rising. അവൻ്റെ നക്ഷത്രം കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് എന്നാണ് അവർ പറയുന്നത്. Who were the wise men? ആരായിരുന്നു ജ്ഞാനികൾ? മെദായിൻ ഗോത്രത്തിൽപ്പെട്ട മെജായി എന്നറിയപ്പെടുന്ന ജ്ഞാനികൾ ജ്യോതിശാസ്ത്രത്തിൽ അതുല്യ പ്രാവീണ്യം ഉള്ളവരായിരുന്നു. They were astronomers. ജ്യോതിശാസ്ത്രത്തിൽ, ആസ്ട്രോണമിയിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളുകളാണ്. 3 കൊച്ചു ചിന്തകൾ ഈ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഭാഗമായി പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കും. നമുക്കറിയാം, അതിബൃഹത്തായ ആകാശവീഥിയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളുണ്ട്. There are countless stars in the sky. പക്ഷെ അവയ്ക്ക് ചില ക്രമങ്ങളും ചില നിയമങ്ങളും ഉണ്ട്. The galaxy has certain laws and systems. അതനുസരിച്ചാണത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് അതുവരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നക്ഷത്രം ആകാശത്ത് ഇപ്പോൾ പ്രത്യക്ഷമായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, സംതിങ് ഗ്രേറ്റ് ഹാസ് ഹാപ്പൻഡ്. എന്തോ പ്രധാനപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ക്രമത്തെ, ഗാലക്സിയുടെ സിസ്റ്റത്തെ, ഭൂമിയുടെ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ മതിയായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സങ്കീർണമായ ചട്ടങ്ങളെ മറികടക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. ഈ നക്ഷത്രം കണ്ടുകൊണ്ടാണ് ഇവർ യാത്ര തിരിച്ചത്. അവർ പറയുകയാണ്, ഞങ്ങൾ വന്നത് ഒരു പ്രത്യേക നക്ഷത്രം കണ്ടതുകൊണ്ടാണ്.
ഇത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിൽ മാറ്റം വരുത്തുക, ഗാലക്സിയിൽ മാറ്റം വരുത്തുക, ആകാശത്ത് വ്യത്യാസങ്ങൾ വരുത്തുക, ഇത് ദൈവത്തിൻ്റെ മാത്രം അധികാരപരിധിയിൽ പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഈ ശിശുവിനെ തേടി യാത്ര തിരിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ എൻ്റെ ചിന്ത ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവം വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ താളങ്ങളും ക്രമങ്ങളും മാറേണ്ടതുണ്ട്. ഒരാളുടെ ജീവിതത്തിലേക്ക് ദൈവം പ്രവേശിക്കുമ്പോൾ ആ ആളുടെ ജീവിത ക്രമങ്ങളും താളങ്ങളും മാറേണ്ടതായിട്ട് ഉണ്ട്. ഇതുവരെ നമ്മുടെ ജീവിതത്തിന് നമ്മുടേതായ വഴികളായിരുന്നു. We were moving in our own plan, our own ways, our own decisions. നമ്മുടേതായ നിർബന്ധങ്ങളും നമ്മുടേതായ നിബന്ധനകളും നമുക്ക് ഉണ്ട്. പക്ഷെ ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞവർക്ക്, ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞയാളുടെ വഴികൾക്ക്, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. When we encounter with Christ Jesus, our plans to be changed. ഇന്നലെ വരെയുള്ള വഴികളല്ല, ഇന്നലെ വരെയുള്ള നിബന്ധനകളല്ല, നിയമങ്ങളല്ല, മാറ്റമുണ്ടാകണം. നമ്മെ കാണുന്നവർ പറയണം, അവനിൽ ദൈവം ജനിച്ചിരിക്കും. Christ is born in him. ദൈവിക ശുശ്രൂഷക്കാരനായ എന്നിൽ, ഗായക സംഘത്തിൽ പാടുന്ന നിങ്ങളിൽ, വിവിധ രീതിയിൽ ദൈവവുമായി ബന്ധമുള്ളവരെയൊക്കെ കാണുമ്പോൾ ആളുകൾ പറയണം, ഇവനിൽ ഇവളിൽ ക്രിസ്തു ജനിച്ചിരിക്കും. അത് പറയാത്തിടത്തോളം കാലം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പെർഫോമൻസ് ആയിട്ട് മാത്രമേ അവശേഷിക്കൂ. അതുകൊണ്ടാണ് അലക്സാണ്ടർ പോപ്പ് പറഞ്ഞത്, 1000 തവണ ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചാലും അവൻ എൻ്റെ ഉള്ളിൽ ജനിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അതുകൊണ്ട് ഇന്ന് ഈ കേരൾ സർവീസിൽ, ഈ ദൈവാലയത്തിൽ ഇരുന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നും ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ ജനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തന്നെ തോന്നുകയും മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു അവസരമായി ഈ വർഷത്തെ ക്രിസ്മസ് തീരട്ടെ. രണ്ടാമതായിട്ട് പറയുന്നത്, ആകാശത്ത് തെളിഞ്ഞ ദിവ്യ നക്ഷത്രം ഒരു ദൈവിക നിമിത്തമായി, ഒരു ഗോഡ് ഇൻസിഡൻ്റായി വായിച്ചെടുക്കുകയാണ് ഈ അസ്ട്രോണമേഴ്സ്. ജ്യോതിശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള എത്രയോ ആളുകൾ അന്ന് ജീവിച്ചിരുന്നു. പുതിയ നക്ഷത്രത്തെ അവരിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ടാകാം. എന്നാൽ പൗരസ്ത്യ ജ്ഞാനികൾക്ക് മാത്രമാണ് അതിന് പിന്നിലെ ദൈവിക നിയോഗങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈനംദിന ജീവിത അനുഭവങ്ങളിലൂടെയാണ്. നമ്മളെല്ലാവരും വലിയ ഒരു അത്ഭുതത്തിന് വേണ്ടിയാണ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ദൈവം സംസാരിക്കുമ്പോൾ ഇടിവെട്ടും, ദൈവം സംസാരിക്കുമ്പോൾ മഴ പെയ്യും, ദൈവം സംസാരിക്കുമ്പോൾ തീ കത്തും. ഇതാണ് നമ്മുടെ ഒരു കോമൺ നോഷൻ. എന്നാൽ അങ്ങനെയല്ല. ദൈവം വളരെ വളരെ സാധാരണമായ അനുഭവങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കും. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മിഴി, ഒരു കണ്ണ് ദൈവത്തിൽ പതിപ്പിച്ചിരിക്കുന്നവർക്ക് മാത്രമേ ദൈവ ശബ്ദം തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ
ഗൗരവമായി നമ്മളതിനെ കാണേണ്ട ഒരു കാര്യമാണ്. ദൈവശബ്ദം കേൾക്കുവാൻ ഒരുപാട് അടയാളങ്ങൾ ഇന്നും നമ്മുടെ ഇടയിൽ തെളിയുന്നുണ്ട്. അത് ദൈവം നൽകുന്ന അടയാളമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ ഒരു കണ്ണ് ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കണം. അവസാനമായി എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, അവിടെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹെറോദേസ് ഭയവിഹ്വലനായി തീരുകയാണ്. Verse 3. When King Herod heard this, he was frightened, and all Jerusalem with him. അവിടെ മൂന്നാമത്തെ വാക്യം, ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേം ഒക്കെയും പരിഭ്രമിച്ചു എന്നാണ് പറയുന്നത്. ഹെറോദേസ്, who was Herod? ഹെറോദ് ദി ഗ്രേറ്റ് എന്നാണ് ഹിസ്റ്ററിയിൽ ഹെരോദിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഹെറോദ് ദി ഗ്രേറ്റ്, മഹാനായ ഹെരോദാവ്. അതിന് യോഗ്യനാണ് അദ്ദേഹം. He is worthy to be called Herod the Great. കാരണം he is the only king who ruled Palestine in peace. പലസ്തീൻ സമാധാനത്തിൽ ഭരിച്ച ഒരേ ഒരു രാജാവ് ചരിത്രത്തിൽ ഹെറോദേസ് മാത്രമാണ്. During his time, the great temple, Jerusalem temple, was built. യെരൂശലേം ദേവാലയം പണിതത് ഹെരോദ രാജാവിൻ്റെ കാലത്താണ്. അന്നത്തെ ജനങ്ങൾക്ക് ഭയങ്കരമായി തോന്നിയിരുന്ന നികുതി, അതിൻ്റെ ഭാരം കുറച്ച് ആളുകൾക്ക് വഹിക്കാവുന്ന നികുതിയാക്കി കൊടുത്ത ആള് ഹെരോദാവാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്തു. ഹി വാസ് ഓണേർഡ് ബൈ എവ്രി വൺ. പക്ഷേ ക്രിസ്തുവിൻ്റെ വരവ് അയാളെ അസ്വസ്ഥതപ്പെടുത്തി. He was a great man, but he was very much disturbed when he heard about the birth of Christ. അതുകൊണ്ട് ഞാൻ എൻ്റെ മൂന്നാമത്തെ ചിന്ത ഇവിടെ പറഞ്ഞ് ഈ ധ്യാനം, ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം നന്നായി ചെയ്യുന്നുവെന്ന് കരുതുന്ന നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടലിനെ ഭയപ്പെടുന്നു. When we claim that we do everything perfectly, we fear the birth of Christ. We fear the interference of Christ in our lives. ഹെരോദാവ് ഈ ദൈവാലയം പണിത മഹാനായ രാജാവാണ്. സമാധാനപരമായി രാജ്യം ഭരിച്ചവനാണ്. നികുതി ഇളവുകൾ നൽകി ജനത്തെ വളരെയധികം സ്നേഹിച്ച ആളാണ്. ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ടയാളാണ്. പക്ഷേ അദ്ദേഹം ക്രിസ്തു ജനിച്ചു എന്ന് കേട്ടപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്താ അതിൻ്റെ കാര്യം? ദൈവവുമായി ഇടപെടേണ്ടി വന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ തകിടം മറിയും എന്നാണ് ഹെരോദാവിൻ്റെ ഭയം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതില്ലേ? നിങ്ങളോട് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ധാരാളമുള്ള ഒരു ഭയമാണിത്. എന്താ? ക്രിസ്തു നല്ലതാണ്, നമുക്കിഷ്ടമാണ്. വി ലവ് ക്രൈസ്റ്റ്, വി ലവ് ജീസസ് എബവ് ഓൾ എന്നൊക്കെ നമ്മൾ പാടും. പക്ഷെ അവൻ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് നമുക്ക് ഭയമാണ്. കാര്യം, അവൻ പ്രവേശിച്ചാൽ എൻ്റെ ജീവിതത്തെ അവൻ തിരുത്തും. ഹി വിൽ കറക്റ്റ് മീ, he will correct my ways, he will correct my thinking, he will correct my doing.
അതുകൊണ്ട് എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, പക്ഷേ അവൻ എൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് വി ഓൾവേസ് കീപ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ക്രൈസ്റ്റ്. ഇപ്പോൾ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാലമാണല്ലോ. സേഫ് ഡിസ്റ്റൻസ്. അതർവൈസ് ഓൾസോ വി കീപ് സേഫ് ഡിസ്റ്റൻസ്. സേഫ് ഡിസ്റ്റൻസ് ഫ്രം ക്രൈസ്റ്റ്. നമ്മളെപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ധിയിൽ ഒരു ക്രിസ്മസ് കൂടെ നാം ആഘോഷിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ പോലെയുള്ള ഗ്ലിറ്ററിങ് ഇല്ല, മുൻ വർഷങ്ങളിലെ പോലെയുള്ള ഒരു എന്തൂസിയാസം ഇല്ല, ഒരു സ്പിരിറ്റ് ഇല്ല. ഒക്കെ ശരിയാണ്. പക്ഷേ ഈ വർഷവും ഇങ്ങനെയാണെങ്കിലും ക്രിസ്മസ് കൊണ്ടാടാൻ ദൈവം നമുക്കൊരവസരം തന്നു. Let me ask you a pertinent question. Will you allow Christ to turn your plans upside down? Will you allow Christ to enter into your heart? Or you are worried about the interference of Christ like Herod? എത്ര ക്രിസ്മസ് കൊണ്ടാടിയാലും, എത്ര പ്രസംഗിച്ചാലും, എത്ര പാടിയാലും നമ്മൾക്കൊരു ലൈനുണ്ട്, അതിലേക്കൂടെ നമ്മൾ പോകത്തുള്ളൂ. അതല്ലാതെ എന്ത് സജഷൻസും നമ്മൾ എടുക്കത്തില്ല. കാരണം വി ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്. വി ആർ ലൈക്ക് ദിസ്. ഞങ്ങൾ ഇങ്ങനെയാണച്ചോ. അച്ഛനേക്കാളൊക്കെ എത്രയോ പ്രഗത്ഭന്മാരെ കണ്ടിട്ടുണ്ട്. വി ഡോണ്ട് ചേഞ്ച്. വി ഡോണ്ട് ലൈക്ക് ടു ചേഞ്ച്. ഈ ക്രിസ്മസ് നമ്മളോട് ആവശ്യപ്പെടുന്ന 3 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് നക്ഷത്രം കണ്ട ജ്ഞാനികൾ. They believed only God can make changes in the galaxy. God can make changes on earth. അതുകൊണ്ട് ഈ നക്ഷത്രത്തെ അവർ മാനിച്ചു. See, we are going through a very difficult, very tough time in our lives. We never experienced it before. We never even thought of. Let us also believe during this Christmas. Only God can make changes in history. അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ലോർഡ്സ് ഡൂയിങ്. നാം കീഴ്പ്പെടേണ്ടതാണ്, നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത്, ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ അവരെ കാണുന്നതായിട്ടുള്ള ഹെരോദാവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവിടെ പറയുന്നത് ഹെരോദാവ് നല്ല ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് എ വെരി ഗുഡ് റൂളർ. പക്ഷെ അവന് ദൈവം പിറന്നു എന്ന് കേട്ടത് വലിയ ഭയമുണ്ടാക്കി. ഞാനൊരു പക്ഷേ നല്ല ഇൻവെർട്ടർ കോമ ഒരച്ഛനായിരിക്കും, നിങ്ങൾ നല്ല ബിലീവേഴ്സ് ആയിരിക്കും. പക്ഷേ ക്രിസ്തുവിനെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ ഭയമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരുകയില്ല എന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്ഥാനമില്ലാത്ത ജീവിതം എന്നും ആശങ്കയുടെ നിഴലിൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. So let us allow baby Jesus to enter into our hearts. Let us allow Jesus to make our plans upside down, to change our ways, to mend our ways, to change our decisions. അങ്ങനെ വരുമ്പോൾ നമുക്കും
ഈ ദൈവപുത്രൻ്റെ ജനനം സന്തോഷമാകും, ഒരിക്കലും ഭയമായി തീരുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട, ഭയമില്ലാത്ത, ധൈര്യം നിറഞ്ഞ, പ്രത്യാശ നിറഞ്ഞ ഒരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, Achin, for those inspiring words, for setting the mood for this evening and tuning our hearts to prepare for Christmas one more time. Now we shall have the first lesson of this evening by Mr. Tarian George. ഒന്നാം പാഠം യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാവ് 9:1 മുതൽ 7 വരെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല കണ്ട് അവൻ സെലൂബോൻ ദേശത്തിനും നപ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിലവൻ കടൽ വഴിയായ യോർദാനക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയോല് വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. അവൻ ചുമക്കുന്ന അനുഭവവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒളിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീയ്ക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. അവനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനപ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അവൻ്റെ ആതിഥ്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടായില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിനും അവൻ്റെ രാജ്യത്തിനും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടെ നീതിയോടും കൂടെ സ്ഥാപിച്ചു. നിലനിർത്തും സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഇനി ഒന്നാം പാഠം. The rich, the famous, the powerful usually are among the most sought after guests to events which are the envy of everyone. When an heir to the royal throne is born, you'd expect the who's who of the world to be invited, not shepherds. So if the soldiers of the royal palace, mounted on horses, were to come calling, the natural reaction of a shepherd would be to run and hide, scared, terrified, thinking they must be here to arrest them on some trumped up charge. Naturally, one can imagine their double shock when an angel appears. Were they about to die, or were they already dead? Angels are not exactly your everyday visitors. Not that they had many visitors, any visitor. But this is no ordinary king born with a silver spoon in his mouth. He is the King of Kings and the Lord of Lords, come to seek his own, no matter where they were, even if out on a cold night, tending to their flock in fields, lonely, tired, and joyless. He was here to draw them to him, not drive them away. Though a king, he was one
like them. They had nothing to fear, or so the angel did say. The first Noel. യേശു പിറന്ന രാത്രി സംഭവങ്ങളുടെ രാത്രിയായിരുന്നു. ഹീനമായ ഗോശാലയിൽ ജീർണ വസ്ത്രം ധരിച്ച് സാധുവായ പൈതൽ കിടക്കുന്നു. വൻദൂത സംഘം വന്നുകൂടി. ഭൂമിയിലെങ്ങും ശോഭ നിറഞ്ഞു. രാത്രികാലത്ത് ആടുകൾക്കൊപ്പം കഴിഞ്ഞ ആട്ടിടയന്മാരുടെ അടുക്കൽ ദിവ്യശോഭയുടെ ദൈവദൂതർ വന്നിറങ്ങി. അവർ പറഞ്ഞു, ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ശാന്തി. കേൾക്കാം അടുത്ത ഗാനം, ആട്ടിടയർ രാത്രികാലം. Oh
Our anxieties can paralyze us. The Israelites were called to inhabit a rich and fertile land that flowed with milk and honey. But the reports of powerful people inhabiting Canaan put fear in their heart, and a lot of them rejected the call to enter the land. But Joshua and Caleb urged them, "Do not rebel against the Lord, and do not be afraid of the people of the land, because we will devour them. Their protection is gone, but the Lord is with us. Do not be afraid of them." Let's not allow fearful situations or sin to prevent us from living the life God has called us to. We do not have to, because of what happened in the little town of Bethlehem, when all our hopes and fears were met in Him that night. The
We shall now have the second reading for this evening, Mrs. Sally Joseph. രണ്ടാം ഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2 മുതൽ 12 വരെ. സെന്റ് മാത്യു ചാപ്റ്റർ 2 വേഴ്സസ് 1 to 12. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് കേട്ട് അവനെ യെരൂശലേമിൽ ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. ക്രിസ്തു എവിടെയാവും ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഹെരോദാ വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായി മറിയോടുകൂടെ കണ്ടു. വീണവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുതേ എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ 2-ാം പാഠം അവസാനിച്ചിരിക്കുന്നു. Our speaker for this year's carol service is Father Alexander Kurikatil. Father Alexander is a person who has journeyed through the factions of our society where people dread to step in. A major part of his life has been spent in jail ministry based on the thinking that we must become a love bomb and let it explode, not to kill but to heal the broken-hearted. He is a person who has experienced the love of Christ exploding on the cross and has demonstrated it through his own life and actions. മിശിഹായിലേറ്റം സ്നേഹിക്കപ്പെട്ട ഈപ്പനച്ച, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈപ്പൻ വർഗീസ് അച്ഛൻ നിങ്ങളുടെ ഇടയൻ, എൻ്റെ ഒരു ആത്മസുഹൃത്ത്, വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഒരു പരിചയവും ബന്ധവുമാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ നല്ല ദിവസം ക്രിസ്മസിൻ്റെതായ ഈ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കിട്ടിയത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ലല്ലോ. ഏദൻ തോട്ടവും ആദവും പഴവും പഴന്തീറ്റയും തിന്നരുത് എന്ന കൽപ്പനയും, ആ കൽപ്പനയുടെ പശ്ചാത്തലത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഉള്ളുരുകി ഉണ്ടായ ഈ മനോഹര പ്രപഞ്ചം, അവിടെ ദൈവത്തിന്റെ ഉള്ള് ആദ്യത്തെ മനുഷ്യരൂപം കൊടുക്കാൻ വേണ്ടി പച്ച മണ്ണിൽ നിന്നും കുഴച്ചെടുത്ത ആദ്യത്തെ മനുഷ്യനിലേക്ക് തന്റെ ഉള്ളു പതിച്ചു വെച്ചപ്പോ ആ ഒറ്റയാൻ കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് നിന്നു. കുറെ നേരം ഈ മനുഷ്യനെ ഏകനായി ആയിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് തോന്നി. കാരണം ദൈവം കൂട്ട, അവര് 3, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ആ ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയിൽ രൂപപ്പെട്ട മനുഷ്യനെ കൂട്ടിനെ കൊടുത്തു ഔവ. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ ഉള്ളിനോട്
ആദമുള്ളും ഔവ്വാവുള്ളും ഒന്നായപ്പോൾ അവർ പർദീസായിലായി. എന്നാൽ ഉള്ളൊന്നാകുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് പർദീസ. ആ പർദീസ അനുഭവം തട്ടിത്തെറിപ്പിച്ചത്, അവിടുത്തെ വെളിച്ചത്തെ കുത്തിക്കെടുത്തിയത്, ആ താളം തെറ്റിച്ചത് ആരെന്നറിയാൻ ഏശയ്യായുടെ പുസ്തകം 14-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഒന്ന് മറിച്ചു നോക്കിയാൽ വ്യക്തമായ വചനം കിട്ടും. വചനം ഇതാണ്: ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, നിന്റെ ചെറുകാരരിഞ്ഞു വീഴ്ത്തി. നീ തന്നെത്താൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമപർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും, ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആകും. ഇതേതാണ് ഈ മാലാഖ? ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ എന്ന് വിളിക്കാൻ തക്കവിധം യോഗ്യനായ മാലാഖയുടെ ചിറക് ആരാണ് അരിഞ്ഞു വീഴ്ത്തിയത്? ആ മാലാഖയുടെ പേരാണ് ലൂസിഫർ. തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ച ഒരു കൽപ്പനയുടെ ലംഘനത്തിലൂടെ ഏദൻ തോട്ടത്തിലെ താളം തെറ്റിയെങ്കിൽ ആ താളം തെറ്റിയ അവസ്ഥയിലേക്ക് ദൈവം ചെന്നിട്ട് വിളിക്കുന്ന ഒരു വിളിയുണ്ട്: ആദം നീ എവിടെ? എവിടെ ചോദ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പാവം മക്കളെ വാ. ബന്ധം തെറ്റിയാൽ, സ്നേഹം മുറിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭയം. ആ ഒരു ഭയത്തിന്റെ നിഴലിൽ കഴിഞ്ഞിരുന്ന ജനതയ്ക്ക് ഇതാ ഒരു പുതിയ പ്രകാശമായി രൂപമെടുത്ത മനുഷ്യ മാംസമെടുത്ത് മണ്ണിൽ പിറന്നവന്റെ ഓർമ്മ ആണ് ക്രിസ്മസ് ആയി ലോകം മുഴുവൻ ആചരിക്കുന്ന ക്രിസ്മസ്. താളം തെറ്റിയ താളത്തിലേക്ക് വീണ്ടും പുത്തൻ താളം ഭൂമുഖത്ത് സംജാതമാകണമെങ്കിൽ തെറ്റിയ താളം എങ്ങനെയാണ്? തിന്നരുത് എന്ന് പറഞ്ഞൊരു കൽപ്പനയുടെ വചനത്തിന്റെ ലംഘനമാണെങ്കിൽ വീണ്ടും നഷ്ടപ്പെട്ട താളം വീണ്ടും കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: വചനം മാംസമാകണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കണം. അങ്ങനെയാണ് ദൈവത്തിന്റെ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ വന്നിട്ട്, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന വചനം അമ്മയിലൂടെ മാംസരൂപം എടുത്തതാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് കയ്യും കാലും വെച്ചതാണ്. ഉണ്ണിയായി പിറന്ന് ഉൽക്കൂട്ടിലെ ഉണ്ണി മിശിഹ. ഈ മിശിഹായുടെ ജനനം ചരിത്രത്തെ രണ്ടായി വെട്ടിമുറിച്ചു. ചരിത്രത്തെ ബിസിയുമായി രണ്ടായി വെട്ടിമുറിച്ചത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രം പഠിക്കാൻ അല്പം എളുപ്പമുണ്ടാകും. എന്നാൽ ഈ ശിശുവിന്റെ ജനനം വെട്ടിമുറിക്കേണ്ടത് എന്നെയും നിങ്ങളെയുമാണ്. വചനത്തിന്റെ വെട്ടുകിട്ടിയവർക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ പരിശുദ്ധ അമ്മ കേൾക്കുന്ന ഒരു സ്വരമുണ്ട്: ഭയപ്പെടേണ്ട. ആദമവ്വായും ഭയത്തിന്റെ നിഴലിലായിരുന്നപ്പോഴാണ് മരക്കമ്പിന്റെ ഇടയിൽ കൊണ്ടുപോയി മുഖം മറച്ചു വെച്ചതെങ്കിൽ മാലാഖയും മറിയത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഭയപ്പെടേണ്ട. ഈ സായം സന്ധ്യയിൽ ഈ കൊച്ചു സമൂഹവും ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വാക്ക് ഭയപ്പെടേണ്ട എന്ന ദൈവത്തിന്റെ ഒരു വാക്കാണ്. ഈ വാക്ക് കേൾക്കാത്ത ഏതെങ്കിലും പ്രവാചകന്മാരുണ്ടോ? വിക്കനാണെന്ന് പറഞ്ഞ് വിലപിച്ച മോസസിനോട് പുറപ്പാടിന്റെ പുസ്തകം 3:12 തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: എന്റെ ജനതയുടെ നിലവിളി ഞാൻ കേട്ടു, എന്റെ ജനതയുടെ വിലാപം ഞാൻ കേട്ടു. ഫറവോയുടെ കീഴിൽ ആ അടിമത്തത്തിൽ ജനിച്ചടക്കപ്പെട്ട ഒരു ജനതയുടെ നിലവിളിക്ക് ഉത്തരമായി ഉയർത്തിയ മോസസ് പറയുന്നു: ഞാൻ വിക്കനാണ്, എനിക്ക് കഴിവില്ല. വിക്കനാണെന്ന് പറഞ്ഞ മോസസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇത് തന്നെയല്ലേ ഗിദെയോനോട് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ നാം കേൾക്കുന്ന ഒരു സ്വരം. ഭയന്ന് വിറച്ച് നിൽക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു സ്വരമുണ്ട്: ധീരനും ശക്തനുമായ മനുഷ്യ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 ധീരനും ശക്തനുമായ മനുഷ്യ എന്ന് വിളിക്കുമ്പോ ഈ ഗിദെയോൻ ഒരു ധീരനുമല്ല, ശക്തനുമല്ല. ഗിദെയോനിൽ രൂപപ്പെടാൻ പോകുന്ന
പ്രവാചകനെ അല്പം മുൻപേ കണ്ട് വിളിച്ചതാണ് ധീരനും ശക്തനുമായ മനുഷ്യ. അവിടെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു മന്ത്രമുണ്ട്. ഇത് തന്നെയാണ് യെരമ്യാ പ്രവാചകനിൽ നാം കേൾക്കുന്നത്. ഞാൻ ബാലനാണ്, കഴിവില്ലാത്തവനാണെന്ന് വിളിച്ചു പറയുമ്പോ 1:8 യെരമ്യാ കർത്താവ് പറയുന്ന വാക്കെന്താ? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പരിശുദ്ധ അമ്മയും കേട്ട വചനം ഏതാ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. യോഹന്നാൻ കേട്ടു ഇതേ വചനം തന്നെ. ശിശുവിനോടുകൂടെ കർത്താവിന്റെ കരമുണ്ടായിരുന്നു. ഇവരെ എല്ലാവരും ഏറ്റു പറഞ്ഞു ഇവരുടെ കുറവുകളാ, ഭയമാ, പേടിയാ. എനിക്ക് പേടിയാകുന്നു നിന്റെ ജനത്തെ നയിക്കാൻ എന്ന് പറയുമ്പോൾ കർത്താവ് ശക്തമായിട്ട് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവമായ പുത്രൻ മനുഷ്യനായി അവതരിച്ചവൻ സിനഗോഗിൽ വായിക്കുവാൻ വേണ്ടി എഴുതി കൊടുത്ത പുസ്തകം നിവർത്തി വായിച്ചപ്പോൾ കിട്ടിയ വചനമേത? 61:1. The spirit of the Lord is upon me. കർത്താവിന്റെ അരുവി എന്റെ മേലുണ്ട്. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാനായി അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ അരുവി എന്റെ മേലുണ്ടെന്നുള്ള ഒരു അവബോധം ക്രിസ്തുവിനും ആവശ്യമായിരുന്നു. എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവബോധമാണ് പ്രവാചകന്മാരെ ദൈവവേലയ്ക്കായി സജ്ജമാക്കിയതും പ്രാപ്തരാക്കിയതും ബലപ്പെടുത്തിയതും. എങ്കിൽ ഈ ഒരു വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസിൻ്റെതായ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമ്മളോട് പുത്തനായിട്ട് ഈ ക്രിസ്മസിന് സംസാരിക്കാനുള്ളത്? ഞാൻ ഓർക്കുന്ന എൻ്റെ നീണ്ട പൗരോഹിത്യ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ കണ്ടുമുട്ടിയ ഒരുപിടി മുഖങ്ങളുണ്ട്. തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യരുടെ മുഖമുണ്ട്. ജയിൽ പുള്ളികളിൽ വാടക ഗുണ്ടകളുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ മലച്ചോട്ടിലേക്ക് മാറി നിൽക്കാൻ മാനസിക ശേഷിയില്ലാത്ത, നഗ്നത അറിയില്ല, വിശപ്പറിയില്ല, എന്തിനെന്നറിയാതെ മാറാപ്പുഴത്തോളിൽ കെട്ടിച്ചുമക്കുന്ന മാനസിക രോഗി, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ വേറൊരു ലോകം, നട്ടല്ലൊടിഞ്ഞ വേറൊരു ലോകം. ഇങ്ങനെ 5 മേഖലകളിലേക്ക് കർത്താവ് എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ എന്നെ കൊണ്ടുപോകാൻ എന്നെയും ബലപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ ഇന്നും മനസ്സിൽ സൂക്ഷിക്കും. കൂത്താട്ടുകുളം പെട്രോൾ പമ്പ. അന്ന് SD മോട്ടോർ സൈക്കിളേ ഉള്ളൂ. ഈ മോട്ടോർ സൈക്കിൾ പെട്രോൾ അടിക്കാൻ വേണ്ടി അവിടെ ടൗണിന്റെ നടുക്കുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് 3 ലൈൻ പാട്ട് എഴുതി തന്നിട്ട് അയാളുടെ വഴിക്ക് പോയി. അയാൾ ആരാണെന്ന് എനിക്കറിയില്ല, എന്തിനെഴുതി തന്നു എന്ന് എനിക്കറിയില്ല. ആ പാട്ടിലായിരുന്നു, കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അറിയുന്ന ദൈവത്തെ കണ്ടോ, ഒരു പറ്റി ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന ഡിവിഷണൽ ദൈവത്തെ കണ്ടോ. ഞാൻ ഈ പാട്ട് മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിലിന്റെ അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പാട്ടും പാടി എന്റെ നാട് ഉടുമ്പന്നൂരാണ്, തൊടുപുഴ പോയി. കൃത്യം സത്യം സത്യമായി എന്ന് ഞാൻ 2 പ്രാവശ്യം പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ സത്യമാണെന്ന് പറയാനാ. അന്ന് ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് ഉടുമ്പന്നൂർ കവലയിൽ മത്തായി എന്ന് പേരുള്ള ഒരു സഹോദരൻ ക്യാൻസർ വന്ന് കഴുത്തു മുഖവും പൊട്ടി പൊള്ളി കിടക്കുന്ന രംഗം കണ്ടു. ഞാൻ പാടിയ പാട്ട് കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. അച്ഛനായിട്ട് 2 വർഷമായുള്ളൂ. 1986 ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ കുറച്ച് പഴം തുണി തന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇത്ര സ്നേഹമാണെങ്കിൽ മറിച്ചിടുക എന്ന് പറഞ്ഞു. മറിച്ചിട്ടപ്പോൾ 3-4 പേര് കൂടി ആ തുണിയുടെ 4 മൂലയിലും പിടിച്ചെടുത്ത് ജീപ്പയിലെടുത്ത് കിടത്തി കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. തൊടുപുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, അച്ഛൻ രോഗികൾ ഇറങ്ങി പോകുന്ന മണം പുഴു. ഇത്രയും പുഴുണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അവസാനം മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ തൊട്ടടുത്തുള്ള സാമൂഹ്യ ഹോമിൽ ചെന്നപ്പോ അവര് ചോദിച്ചു, അച്ഛൻ കൊണ്ടുവരുന്ന രോഗിക്ക് 3 കാര്യം ശരിയാണ് എടുക്കാം. വഴി കിടക്കുന്നതായിരിക്കണം, ആരും ഉണ്ടാകരുത്, മരിച്ചുകൊണ്ടിരിക്കുന്നതും ആയിരിക്കണം. ഞാൻ പറഞ്ഞു എന്റെ രോഗി ക്വാളിഫൈഡ് ആണ് സിസ്റ്റർ. അവരെടുത്തു. മത്തായിച്ചേട്ടൻ 4-ാം ദിവസം മരിച്ചു. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവിടെ ഉണ്ടായതൊരു ലയനമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ ഉള്ള്, ആ റോട്ടിൽ കിടന്ന മത്തായിച്ചേട്ടന്റെ ഉള്ള്, ആ വഴിയിലൂടെ കടന്നുപോയ അലക്സാണ്ടർ അച്ഛന്റെ ഉള്ള്, ഈ 3 ഉള്ളും തമ്മിലുണ്ടായ ഒരു ലയനമാണ് ഈ പറയുന്ന മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാനുള്ള എന്തോ ഒരു ഊർജം, ശക്തി കിട്ടിയത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ നക്ഷത്ര വിളക്കുകൾ ആ വീടിനും ബിൽഡിങ്ങുകള് കെട്ടിടങ്ങളുടെ മലമുകളിലും ഒക്കെ ഉയർത്തിയാൽ ആ നക്ഷത്രങ്ങളുടെ തെളിച്ചം തെളിയേണ്ടത്
ഈ മുറിവേറ്റ കണ്ണുകളിലാണ്. ഇന്നലെ ഇവിടെ തൊടുപുഴ മുട്ടം സബ് ജയിലിലെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി 126 ജയിൽ പുള്ളികളായ സഹോദരങ്ങളെ സൂപ്രണ്ട് ശിവദാസൻ കൊണ്ടുവന്ന് ഫ്രണ്ടിലിരുത്തി. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡാൻസ്, ക്രിസ്മസ് കരോൾ. ഞാൻ അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, സഹോദരേ, നിങ്ങളെ സഹജീവിയെ കൂട്ടിലിട്ട് പൂട്ടുന്ന ഏക ജീവി മനുഷ്യജീവി മാത്രം. സഹജീവിയുടെ മുമ്പിൽ വിശക്കുമ്പോൾ കൈനീട്ടേണ്ട ഏക ജീവി മനുഷ്യൻ മാത്രം. വിശക്കുമ്പോൾ കൈനീട്ടേണ്ട പട്ടി വേറെ പട്ടിയുടെ അടുത്ത് പോകണ്ട, സിംഹമോ കടുവയോ പുലിയോ മറ്റൊരു മൃഗത്തിന്റെ അടുത്ത് പോകണ്ട. വിശക്കുമ്പോൾ സഹസൃഷ്ടിയുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഏക ജീവി മനുഷ്യജീവി മാത്രമേ ഉള്ളൂ. ഇരുമ്പഴിക്കിടയിലൂടെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ എനിക്ക് ശക്തിയില്ല എന്ന് ഇന്നലെ അവരുടെ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു. കാരണം ഈ കിടക്കുന്നത് ഭ്രാന്തന്മാരല്ല, വേപ്പട്ടി കടിച്ചതല്ല, ജീവനുള്ള മനുഷ്യരാ, വിവാഹിതരാ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, കുറെ പ്രായമാകാത്ത ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ട് പിടിക്കപ്പെട്ട് കിടക്കുന്ന ഈ 122 മനുഷ്യ ജീവിതങ്ങളോട് പച്ചയായ ഭാഷയിൽ അവരോടും പറഞ്ഞു. ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, അനാഥ കുഞ്ഞ് തെരുവിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ കയ്യിൽ ചെന്ന് ഈ പുൽക്കൂട്ടിൽ പിറന്നവൻ കയ്യെ പിടിച്ചാൽ ആ കുഞ്ഞ് തട്ടില്ല. കാരണം പിറന്നു വീഴാൻ കിട്ടാതെ കന്നുകാലി കൂട്ടിൽ പ്രസവിച്ച ജന്മമെടുത്തവനാണ് ഈ നാസ്രായൻ. അപ്പോൾ തെരുവിൽ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കൈകളിൽ പിടിച്ചു കഴിയുമ്പോ ആ കുഞ്ഞി നാസ്രായന്റെ കൈക്ക് തട്ടില്ല. കാരണം മോനെ, പിറക്കാൻ ഇടം കിട്ടാത്തതിന് നൊമ്പരം എന്റെ അമ്മയ എന്റെ വളർത്തുപിതാവ് അനുഭവിച്ചതാണെന്ന് അച്ചയ്ക്ക് കുഞ്ഞുണ്ണിയായ യേശുവിന് തെരുവിലെ കുഞ്ഞിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് പറയാൻ കഴിയും. വീണ്ടും ഒരു പടി കൂടി അങ്ങ് വളർന്നു കഴിയുമ്പോഴോ ഇനീഷ്യലില്ലാത്ത, ഈയിടെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഇനീഷ്യലില്ല. ക്രിസ്തുവിന് ഇനീഷ്യലുണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ പേര് ഫാദർ അലക്സാണ്ടർ, അപ്പന്റെ പേര് ഉലഹന്നാൻ, ഇന്ന് ഇനീഷ്യലില്ലാത്ത ഒരു പറ്റം മക്കളെ എനിക്കുണ്ട്. ജന്മം അംഗീകരിച്ചതാ. അവരുടെയൊക്കെ അടുത്ത കയ്യിൽ മുറുകെ പിടിച്ച് അവരുടെയൊക്കെ ചൂടുള്ള കണ്ണുനീര് ഈ കയ്യിൽ വീണിട്ടുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി, ഭൂമിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലില്ല. ഇനീഷ്യലില്ലാത്തവന്റെ വേദന മോനെ എനിക്കറിയാമെന്ന് ക്രിസ്തുവിന് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇത്രയും വിശാലമായ ഭൂമിയിൽ ഒരു 2 സെന്റ് ഭൂമി സ്വന്തം എന്ന് പറയാൻ തലചായ്ക്കാൻ ഇടവില്ലാത്തവന്റെ ചെറ്റക്കുടിലിൽ ക്രിസ്തുവിന് കടന്നു എന്നിട്ട് പറയാൻ പറ്റും, ആകാശത്തിലേക്ക് നോക്ക്, പറവകൾക്ക് ആകാശമുണ്ട്, പാമ്പുകൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലെന്ന് ക്രിസ്തുവിന് മാത്രമേ പറയാൻ കഴിയൂ. അതുപോലെ തടവറയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ഇരുമ്പഴിക്കിടയിലൂടെ നസ്രായനെ യേശു കയ്യിൽ പിടിച്ചു കഴിയുമ്പോ പറയാം, മോനെ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പിലാത്തോസിന്റെ നീതിപീഠം വിധിച്ചതാ എന്നെ. എന്നിട്ടും പറഞ്ഞു, ജനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കൊണ്ടുപോയി കുരിശെ തറച്ചു കൊന്നു. ലോകത്തിലെ സകല നീതിപീഠങ്ങളെയും വിറപ്പിച്ച, സകല നീതിയെയും കാറ്റിൽ പറത്തിയ വിധിയാണ് പീലാത്തോസ് പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു നീതിരഹിതമായ വിധിക്ക് ബലിയാടായ ക്രിസ്തു ഒരു തെറ്റും ചെയ്യാത്ത തടവറയിൽ കഴിയുന്ന ജയിൽ പുള്ളിയുടെ കയ്യിൽ ചെന്ന് പിടിച്ചു കഴിയുമ്പോ കുറ്റവാളികൾ എന്ന് വിധിക്കപ്പെട്ട ഈ മക്കള് ക്രിസ്തുവിന്റെ കൈക്കിട്ട് തട്ടില്ല. കാരണം ഒരു തെറ്റും ചെയ്യാതെ തടവറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരാ ഇവരെങ്കിൽ ക്രിസ്തു ഒരു രാത്രി പീലാത്തോസിന്റെ അരമനയിലെ ആ ജയിലിന്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ കിണറ്, അതിനകത്ത് കിടന്നിട്ടുണ്ട് ക്രിസ്തു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിവർന്നു കിടന്നൊന്നും മരിക്കാൻ പോലും ഭാഗ്യം കിട്ടാത്തവനാണ്, കുരിശിൽ ആണികളിൽ തൂക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുമസിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്രിസ്തുവിനെ അല്പവും കൂടെ ഒന്നറിയാൻ, അവൻ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമയും ചങ്കിൽ സ്വന്തമാക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഓരോ മനുഷ്യ മക്കളെയും ചേർത്ത് പിടിക്കാൻ കഴിയും. അതുകൊണ്ട് പർദീസ എന്നതാ? എന്താണ് പർദീസ? ഉള്ളുകൾ ഒന്നാകുമ്പോൾ പർദീസ. പിതാവായ ദൈവത്തിന്റെ ഉള്ളിനോട് ആദമുള്ളും ഔവ്വാവുള്ളും ഒന്നാകുമ്പോൾ അത് പർദീസയാണെങ്കിൽ, കുടുംബജീവിതക്കാരാ, ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനോട് ദാ കാപ്പി അവിടെ ഇരിപ്പുണ്ട്, ദേ ചേട്ടാ കാപ്പി ചൂടാറിപ്പോകും. ആ ഒരൊറ്റ വാക്കിൽ എന്താ വ്യത്യാസം? ഒന്നിന്റെ അകത്ത് കാപ്പിപ്പൊടിയും പാലും പഞ്ചസാരയുള്ളൂ, മറ്റതിന്റെ അകത്ത് ഒരല്പം സ്നേഹവും കൂടിയുണ്ട്. കമ്മ്യൂണിക്കേഷൻ.
കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് ഈ കമ്മ്യൂണിക്കേഷനാണ് പ്രിയപ്പെട്ടവരെ. ഞാനും കുടുംബജീവിതത്തേക്ക് ക്രിസ്തീയ രീതിയിൽ നോക്കിക്കാണുമ്പോൾ 2 മലഞ്ചെരുവിൽ നിന്ന് ഉത്ഭവിക്കുന്നത് 2 കൊച്ചരുവി 2ആയി ഉത്ഭവിച്ചു. ഒന്നായി, തോടായി, പുഴയായി, കായലായി, കടലായി. അതല്ലേ നിങ്ങളുടെ കല്യാണം വിവാഹിതരെ? നിങ്ങളും കൂട്ടുകൂടി ഒഴുകുകയാണ്. എവിടേക്ക്? കടലിലേക്ക്. കടൽ എന്നതാ ദൈവം. ദൈവമാകുന്ന സ്നേഹക്കടലിന്റെ സത്തയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ് വിവാഹിതരായ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ നിങ്ങളുടെ യാത്ര. ഞാൻ കത്തോലിക്ക വൈദികനാണ്. ഒറ്റയാ, കൂട്ട് കിട്ടാഞ്ഞിട്ടല്ല. കൂട്ട് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നസ്രായന് വേണ്ടി ജീവിതം മുഴുവൻ ബലിയായി അർപ്പിച്ച് ബലിയായി തീരാൻ വേണ്ടി ഒഴുകുകയാണ്. ഞാനും കടലിലേക്ക്. സമർപ്പിതരായ കന്യകാസ്ത്രീകൾ ഒഴുകുന്നത് കടലിലേക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒരു കൂട്ട ഡാൻസാ. എന്നിട്ടോ നിങ്ങളുടെ കഴുത്തിൽ കെട്ടിയ ഒരു താലിയില്ലേ? താലിയിൽ ഒരു ചരടില്ലേ? ആ ചരട് നിങ്ങൾ താഴ്ത്തണം. ഓരോ ദിവസവും ആ കടലിന്റെ ആഴം കണ്ടെത്തില്ല. എനിക്കുമുണ്ട് 3 വ്രതങ്ങൾ: ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം. ഈ വ്രതങ്ങൾ വെച്ചുകൊണ്ട് ഞാനും കടലിന്റെ ആഴം നോക്കുക ഓരോ ദിവസവും. സമർപ്പിതരും അത് തന്നെ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നണം, ഇറ്റ് ഈസ് സ്റ്റിൽ ഡീപ്പർ. ഈ അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ ഈശോ സ്നേഹിച്ച സ്നേഹവും ഈശോ ക്ഷമിച്ച ക്ഷമയും ചങ്കിൽ ഏറ്റെടുക്കണം. ഇത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ്, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ ജനനം ഭൂമുഖത്തിന് പുതിയൊരു സന്ദേശമായി ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അതുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല ദിവസത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ഇടയനായ ബഹുമാനപ്പെട്ട വൈദികൻ ഇങ്ങനെ അല്പസമയം നിങ്ങളോടൊപ്പം കിട്ടിയ ചെറിയ ചിന്തകൾ പങ്കിടാനായിട്ട് തന്ന ഈ വലിയ അവസരത്തെ വലുതായി തന്നെ ഞാൻ കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Oh, it's so dark. The dark scares me. Especially when I'm alone. What if someone is hiding behind the door? Don't be afraid. You are never alone. Sometimes we are alone. We are never alone. Never alone. No, never alone. Jesus is always with us. We don't have to be afraid of anything. Not of the dark, not of the strangers. Not of the struggles, not of our failures, not of pain, of sickness, of challenges. We don't have to be afraid of people who don't like us. We don't have to be afraid of people who plot against us or people who hate us. We don't have to be afraid that someone might harm us or cheat us. We don't have to be afraid. You know why? About 2000 years ago, when King Herod ruled Judea, God sent the angel Gabriel to a young woman who lived in Nazareth. Her name was Mary. She was engaged to marry Joseph. The angel Gabriel said to Mary, "Peace be with you. God has blessed you and is pleased with you." But Mary was very shocked to see an angel. You know what the angel told her? "Do not be afraid. God has been very kind to you." The angel told her she would become pregnant by the Holy Spirit and give birth to a baby boy, whom she was to call Jesus. The angel said, "He will be God's own son, and his kingdom will never end." Mary was very afraid, but she trusted God. An angel of the Lord also appears to Joseph in a dream because he was trying to secretly break his engagement with Mary. Guess what? The angel told him, "Do not be afraid.
The baby inside Mary's womb is no ordinary child. He is conceived of the Holy Spirit. He will save his people from their sin. Now, several months earlier, the angel had appeared to someone else too, Mary's cousin's husband, Zachariah the priest. The sight of the angel scared Zachariah, but you know what the angel said? Do not be afraid. Your prayer has been heard. Your wife, Elizabeth, will bear you a son. Now, everyone thought she was too old to have children, but no word of God ever fails. Finally, it was time for Mary to give birth to Jesus. Joseph and Mary had traveled very far to Bethlehem for the census. They were tired, but all the inns were full. There was no room for them. The only place to stay that they could find was with the animals. So in the place where the animals slept, Mary gave birth to Jesus, the Son of God. And guess what? An angel appeared again. This time not to one person, but to many shepherds out in the fields with their flocks, near the place Jesus was born. It was night. The shepherds were terrified. They were afraid, as the glory of Lord shone around them. But the angel said to them, "Do not be afraid. I bring you good news that will cause great joy for all the people. Today, in the town of David, a Savior has been born to you. He is the Messiah, the Lord. This will be a sign to you. You will find a baby wrapped in clothes and lying in a manger." Suddenly the sky burst with great company of heavenly hosts praising God. You see, Zechariah was gripped with fear. Mary was greatly troubled. Joseph was scandalized by the shame of Mary's unwed pregnancy. The shepherds were terrified. Not just that, they all lived in scary times. The Romans ruled with brutal force. Crucifixion was used on a large scale to quell rebellion. Mary and Joseph would eventually have to flee to Egypt to escape Herod's massacre of baby boys. No wonder the angels who brought the message of the first Christmas started with the words, "Do not be afraid." We too live in scary times. The pandemic, economic crisis, loss of job, refugee crisis, global flood, famines, earthquakes, terrorism, hatred among people, unstable governments, authoritarian rules. We have much reasons to fear, but joy trumps fear. Because God stepped in, neither the restraints of the swaddling clothes in a manger nor the burial shroud in the tomb could stop him from breaking the cycle of sin and human despair. Which is why the words of this carol means even more in our times. O little town of Bethlehem, how still we see thee lie. The hopes and fears of all the years are met in thee tonight. Truly, it's good news. Do not be afraid. Shepherds in the fields
cattle on a hill, stars up in the sky, like diamonds in the night. Then an angel appears with a voice so clear. Peace on the earth, there's no need to fear. For unto you a child is born. Do not be afraid, 'cause I bring good news. A Savior is born, it's God's gift to you. Do not be dismayed, 'cause help is on the way. A Savior is born today. Good news, do not be afraid. The brilliant star shone bright, wise men in the night. They traveled far to see the long-awaited King in a manger full of hay. Born this Christmas Day, the name above all names, let the whole world proclaim. The Christ is born. Do not be afraid, 'cause I bring the news. A Savior is born, God's gift to you. Do not be dismayed, 'cause help is on the way. The Savior is born today. Good news, do not be afraid. Glory to God in the highest. Peace on earth, peace on earth. Glory to God in the highest. Peace on earth, peace on the earth. Sing it out. Glory to God in the highest. Peace on earth, peace on earth. Glory to God in the highest. Peace on earth, peace on the earth. Do not be afraid, 'cause I bring the news. A Savior is born, God's gift to you. Do not be dismayed, 'cause help is on the way. The Savior is born today. Good news, do not be afraid. Glory to God in the highest. Peace on earth, peace on earth. Glory to God in the highest. Peace on earth, peace on the earth. Sing it out. Glory to आज का तीसरा पाठ लूका रचित सुसमाचार दूसरा अध्याय 1 से 20 वचन। लूका दूसरा अध्याय 1 से 20 वचन। उन दिनों में अगस्तस कैसर की ओर से आज्ञा निकली कि सारे जगत के लोगों के नाम लिखे जाए। यह पहली नाम लिखाई उस समय हुई जब कुरिन्युस सीरिया का हाकिम था। सब लोग नाम लिखवाने के लिए अपने अपने नगर को गए। अंत यूसुफ भी, इसलिए कि वह दाऊद के घराने और वंश का था, गलीली के नासरत नगर से यहूदिया में दाऊद के नगर बेथलेहम को गया कि अपनी मंगेतर मरियम के साथ जो गर्भवती थी नाम लिखवाए। उनके वहाँ रहते हुए उसके जनने के दिन पूरे हुए और वह अपना पहलौता पुत्र जनी और उसे कपड़े में लपेटकर चरनी में रखा, क्योंकि उनके लिए सराय में जगह न थी। और उस देश में कितने गडेरिये थे जो रात को मैदान में रहकर
अपने झुंड का पहरा देते थे। और प्रभु का एक दूत उनके पास आ खड़ा हुआ और प्रभु का तेज उनके चारों ओर चमका और वे बहुत डर गए। तब स्वर्गदूत ने उनसे कहा, मत डरो, क्योंकि देखो मैं तुम्हें बड़े आनंद का सुसमाचार सुनाता हूँ जो सब लोगों के लिए होगा, कि आज दाऊद के नगर में तुम्हारे लिए एक उद्धारकर्ता जन्मा है और यही मसीह प्रभु है। और इसका तुम्हारे लिए यह पता है कि तुम एक बालक को कपड़े में लिपटा हुआ और चरनी में पड़ा पाओगे। तब एकाएक उस स्वर्गदूत के साथ स्वर्गदूतों का दल परमेश्वर की स्तुति करते हुए और यह कहते दिखाई दिया, आकाश में परमेश्वर की महिमा और पृथ्वी पर उन मनुष्यों में जिनसे वह प्रसन्न है शांति हो। जब स्वर्गदूत उनके पास से स्वर्ग को चले गए तो गडेरियों ने आपस में कहा, आओ हम बैतलहम जाकर यह बात जो हुई है और जिसे प्रभु ने हमें बताया है देखें। और उन्होंने तुरंत जाकर मरियम और यूसुफ को और चरनी में उस बालक को पड़ा देखा। इन्हें देखकर उन्होंने वह बात जो इस बालक के विषय में उनसे कही गई थी प्रकट की। और सब सुनने वालों ने उन बातों से जो गडेरियों ने उनसे कही आश्चर्य किया। परंतु मरियम ये सब बातें अपने मन में रहकर सोचती रही। और गडेरिये जैसे उनसे कहा गया था वैसे ही सब सुनकर और देखकर परमेश्वर की महिमा और स्तुति करते हुए लौट गए। यह परमेश्वर का वचन। We shall now have the offertory song sung by the choir.
With God taking on human form, we no longer can in our despair hold on to our accusation that God does not know what it is like for us to live down here. The fact is, He knew exactly what we were going through all along. But now,
Thank you so much, choir, for those melodies that lightened our evening. Now it is time for vote of thanks by Mr. Jobin George. Good evening, everyone. First of all, it was not pre-decided that I would be giving this word of thanks, but it is all God's plans. Okay, first of all, I've been given this responsibility the very young woman, but I'm not good at this. But all right, let me just go on with my responsibility. First of all, we would like to thank our Lord Almighty for making this happen. We as a group, no one in our dreams even thought of having this. We never thought that this could happen. Also, would take this time out to thank our Reverend Epan Achan for his quick thinking and his motivating talk that made this group happen. So that we actually had lost hopes of kind of coming together. But then Achan in his, he had a pep talk with each and every one of us. He gave a small inspirational and motivational message that most of them responded. So that is the reason why we are here today. All right. I also extend my gratitude towards this state and central government who has allowed the reopening of churches and other religious places despite the limited numbers, but we at least could gather together and sing praise to our Lord Almighty. Also would like to thank all our church office bearers for, in spite of not being here, but then we can only see a few office bearers here, but then they being behind the scenes, they arranged everything. So big thanks to all the office bearers of the church. Thanking Reverend Alexander Kurikatil for his message, for the wonderful message being shared by him. He being away, giving a video message is very new for us, new for all of us, we having this format, but still he chose to give a video message. He was very enthusiastic to share the message with us. Also, taking this time out to thank this wouldn't have been possible without help and support. I myself, you can just see me standing in front of all these people doing things, but then there were people in the background who helped me out a lot, and the name goes out to our ex-choir leader and one of our very senior choir members, Mr. Joe Jacob, for his support with, in fact, not just with the carols, even though throughout the lockdown period when we had our online ordinary Malayalam service through Zoom platform. Also with the assistance of our assistant choir leader, Mrs. Joanne Vineet, for her support as well. We'd like to thank both of them for their help and support. Sunday school children did a very, that was a very good attempt. It was not just an attempt, it was a very heartbreaking, it was very painstakingly they've taken the time out, not just them, for their parents as well. So just want to take this time out to thank them and all the Sunday school teachers as well as the one who edited it, for all the voiceovers, all the children for the voiceovers and their video skit. We thank the Sunday school children as well. Also taking this time to thank the Eugene Secure members for decorating up this church, the Christmas tree, in this short time. So thanking Sunday school as well and the Eugene Secure. How can I forget the service, the time and the effort taken by Mr. Sunil Cherian for his
for the live streaming that is being doing, not just for the carol service, but throughout all the services that we had since the last 1 month. So we as a church, we thank Mr. Sunil Cherian for his efforts as well. Thanking Mr. Abraham Uncle as well for his support with the music system as well. And we would also like to extend our support to Mr. Joseph as well, who had helped us and assisted us in setting up the sound system and all the other, checking the sound systems well in time. Before I conclude my vote of thanks, we just want to remember, we wanted to thank Archana as well for her support and help, for taking, in fact, she had even messaged me saying, if you want any help, please do let me know. So I couldn't remember a way, I couldn't remember how I could ask her help. But then yesterday itself, I ran into small technical difficulty wherein she helped me with that. So thanks to Archana as well for comparing as well as helping me out in this time. Thank you, everyone. Also, how can I forget our wonderful choir members who responded to Achan's message and who came without fail for each of the practices. We in fact had only 3 official practices and 3 or 4 practices, but that's it. The effort that you see, the efforts and songs that we see, if at all there are any mistakes, please do forgive us, because this is just a small weekend practice kind of session. We just had practice over the weekend and that's it. So just wanted to thank each and every one of them for taking the time out and responding to Achan's message and putting up this together. Last but not the least, would like to thank all the congregation for taking your time out and coming, and all the ones who are watching at home also. We extend our gratitude and thanks for helping and support us. With this, I conclude my words. Thank you. Thank you, Jobin. It was 202 years ago when Stille Nacht was first heard by Austrian villagers attending Christmas Eve Mass in St. Nicholas Church in Oberndorf. How did this simple melody, with its words of comfort, become a beloved hymn of peace throughout the world? The composition evolved and was translated into over 300 languages with many different arrangements for various voices and ensembles. It was sung in churches, in town squares, even on the battlefield during World War I. When during a temporary truce on Christmas Eve, soldiers sang carols from home. Silent Night by 1914, known around the world, was sung simultaneously in French, German, and English. No Christmas carol service is complete without Silent Night. Can we all please arise? We shall have the closing prayer by Anish John and benediction by Epan Achan after Silent Night is sung.
Closing prayer by Mr. Anish John. Let's pray. Dear Lord, Heavenly Father, we thank you for this day and time that you have blessed us. Thank you for this beautiful evening that we have all gathered over here in this church to attend this carol service. Oh Lord, in the midst of pandemic and uncertainties, you have opened the door for us to come and participate one more year in this carol service, oh Lord. We especially pray for the choir who led this service very gracefully, oh Lord Father. Dear Lord, we thank you and praise you for the dedication and the initiative they took to practice the songs and sing here more beautifully, O Lord. Lord, we pray also for today's chief guest, Reverend Alexander Achan, who spoke from the Word of God, who delivered us the Christmas message, O Lord. Lord, we praise his life and ministry, totally dedicated for the others, the socially outcast and the marginalized people of the society, O Lord. Thank you for his message that we need to see Christ in others, see the pains and struggles of the others, and help them in times they are in need, O Lord. Thank you, Lord, for reminding us this message once again through dear Alexander Achan. We also pray for our dear Epan Achan, whose leadership and guidance is there behind this carol service, O Lord. Thank you for his life and ministry and all the office bearers who work behind this technical support and everything, O Lord. Thank you, Lord, for making this carol service a blessed one to each and every one of us who are gathered over here and those who are watching this at their respective places, O Lord. Thank you, Lord Father, for this beautiful evening, O Lord Father. We pray that to be understand this Christmas more meaningfully, O Lord, and understand the very thrust of it, O Lord, that Christ, through Christ, God has come near to us. And help us to realize this message, and that God, in this year, we seem that God is far away from us, but help us to realize that God is with us, and help us to spread this good news to others, that hope has come alive, O Lord Father. Lord, thank you, Lord Father, for this Christmas season that you have helped us. Thank you for all the times that you are there from the beginning till the end. Thank you for filling us with your presence, O Lord. Submitting all our prayers unto your mighty hand. In Jesus' most precious and wonderful name we pray. Amen. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും ഈ ക്രിസ്മസ് കാലത്തും പുതിയ വർഷത്തിലും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ചായയും കേക്കും താഴെ സ്റ്റിൽറ്റ് ഏരിയയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതിൽ സഹകരിച്ചിട്ടേ പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ഹു ഹാവ് സപ്പോർട്ടഡ് this evening service. God bless us all. Thank you.